Hi guys, good morning. So day 4, right now 5:30 അഞ്ചരയായി. ഇവിടെ കിടന്നുറങ്ങി ഇന്നലെ. ഇറ്റ് വാസ് ഓക്കെ കാരണം വേറെ എന്തൊക്കെയോ സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഭയങ്കര സൂപ്പറൊന്നും ആയില്ല. പിന്നെ ഇപ്പോൾ സ്ട്രെച്ചൊക്കെ ചെയ്ത് കാലും കൈയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണം. സോ പാക്കല. സോ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. സോ ടുഡേ ഈസ് ഡേ 4. ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 4 പീപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ആന്ധ്രാപ്രദേശിലാണ്. ആൻഡ് ഇന്നത്തെ ഡേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ വാച്ച് ടിൽ ദ എൻഡ്. സോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH44 ആണ്, നാഷണൽ ഹൈവേ 44-ലൂടെയാണ്. ആൻഡ് യു ക്യാൻ സീ ബോത്ത് സൈഡ് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്നുള്ളത്. അത്യാവശ്യം ഡ്രൈ ആണ്. ആൻഡ് യു ക്യാൻ സീ മാംഗോ പ്ലാന്റേഷൻ, മൊത്തം മാവിൻ്റെ ഒരു കൃഷിയാണ് ഈ രണ്ട് സൈഡും. ആൻഡ് നല്ല നല്ല ഡൗൺ ഹിൽസ് ഉണ്ട്, നല്ല നല്ല ഇറക്കങ്ങളുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനത് ചവിട്ടാറേ ഇല്ല. അത് യൂട്ടിലൈസ് ചെയ്യണം, മാക്സിമം എനർജി സേവ് ചെയ്യുക എന്നുള്ളതാണ്. കേരള. ഓക്കെ, ഇനി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. മൈ നെയിം ഈസ് സംഗീത് സുരേഷ്. ഞാനൊരു സയൻസ് ടീച്ചറാണ്. ആൻഡ് ഐ എം റൈഡിങ് സൈക്കിൾ ഫ്രം ഹൈദരാബാദ് ടു കേരള. ഏകദേശം ഒരു 1200 കിലോമീറ്റേഴ്സ് ഉണ്ട്, വിച്ച് ഐ എം ഗോയിങ് ടു കവർ. സോ എനിക്ക് സൈക്ലിംഗ് ജേണികൾ വളരെ ഇഷ്ടമാണ്, വളരെ ലോങ് ആയിട്ട്. സോ ദിസ് വാസ് മൈ ഫസ്റ്റ് ബ്രേക്ക്. ഞാൻ ആദ്യത്തെ ബ്രേക്ക് എടുത്ത് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്തായിരിക്കും ഞാൻ സൈക്കിളിൻ്റെ ഫോട്ടോ, എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുക, സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എൻ്റെ അവിടെ ഫുഡൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, പ്ലിങ്ങായി. പിന്നെയും ഞാൻ സൈക്കിളെടുത്തു. ഇങ്ങനെ ഐ എം എലോൺ. ഞാനിങ്ങനെ പാട്ടൊക്കെ വെച്ച് ഒരു ഇയർഫോൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം മറ്റത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അത് കാണാണ്ടായിപ്പോയി. സോ ഒരു ഇയർഫോൺ മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പുറകിൽ വരുന്ന വണ്ടികളുടെ സൗണ്ടും എല്ലാം എനിക്ക് കേൾക്കാനൊക്കെ പറ്റും. ബട്ട് ഐ ഓൾസോ എൻജോയ് ലിസണിങ് ടു മ്യൂസിക്. അപ്പോൾ ഞാനും എൻ്റെ ഈ ഷാഡോ മാത്രമേ ഉള്ളൂ ഈ ഹോൾ ജേണിയിൽ കൂടെ ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറേ തപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് കണ്ടു. കിടിലം ലൊക്കേഷൻ. കിടിലം പറഞ്ഞാൽ നല്ല തണലുള്ള ഒരു ലൊക്കേഷനിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. വട, സമാധാനം, നല്ല കാലാവസ്ഥ, വെയിലില്ല. അത് ഞാൻ നല്ല വിശപ്പുണ്ട് ഗൈസ്, നല്ല ടേസ്റ്റ്. സോ നിങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പോട്ട് കണ്ടല്ലോ, അത് നടത്തുന്നത് ഒരു ഹസ്ബൻഡും വൈഫും കൂടിയാണ്. പുള്ളിയുടെ പേര് പ്രഭാസ് എന്നാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഭയങ്കര കൈൻഡായിരുന്നു. അതായത് എനിക്ക് വെള്ളവും 2 ലിറ്ററിൻ്റെ വെള്ളം ബോട്ടിലൊക്കെ തന്നിട്ട് അതിൻ്റെ പൈസയൊന്നും വാങ്ങിയില്ല, ആകെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാശ് മാത്രമേ എടുത്തുള്ളൂ. സോ ഇങ്ങനെയും കുറേ നല്ല ആൾക്കാർ ഈ ട്രിപ്പിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതേപോലെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തപ്പോഴാണ് രണ്ടുപേരെ കണ്ടത്. What's your name? Venkateshwar Reddy. Hi. Hi brother. Your name? My name is Shureem. Shureem, Which class you are? 4th class. Now going to 4th. Yeah. Who is your favorite player? Cricket Virat player. Kohli. Virat Kohli. Same pitch. IPL team? RCB. I was in Mumbai. So, what made you stop actually here? I've seen you and I think you're a YouTuber. That's why I'm going to stop. Thank you. Yeah, brother. Thank you so much. Thank you. സോ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടല്ലോ, ആ വെങ്കേശ്വർ റെഡ്ഡി എന്ന് പറഞ്ഞ ആ പുള്ളി എൻ്റെ അടുത്ത് ഞാൻ യൂട്യൂബറാണെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി നിർത്തിയതും ഇത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഐ എം സ്മോൾ യൂട്യൂബർ, എനിക്കിങ്ങനെ 2500 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നെ സാറെന്ന് വിളിക്കാൻ തുടങ്ങി. സാർ ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും തുടങ്ങുന്നത്, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടി. അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട്, എനിക്ക് ലഞ്ച് ബിരിയാണിയൊക്കെ തിന്ന് മതിയായി. അപ്പോൾ ഞാൻ പിസ്ത ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ കയറിയിട്ട് ചിക്കൻ പപ്സ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും കൂടിയായിട്ട് ആകെ ഒരു ചിക്കൻ പപ്സ് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് വേറെ ലഞ്ച് കഴിക്കണമെന്ന് ഒരു തോട്ട് ഉണ്ടായിരുന്നില്ല. അതെന്താണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇതേപോലെ ബൈക്കിൽ പോകുന്ന വേറെ 3 പിള്ളേർ, അവർ കണ്ട് സംസാരിച്ച് വിശേഷമൊക്കെ ചോദിച്ച് ഇൻസ്റ്റാഗ്രാം ID ഒക്കെ കാണിച്ച് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നു. അപ്പോഴേക്കും എക്സ്ട്രീം വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ.
ആൻഡ് എനിക്ക് എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ എത്തിയാൽ മതി എന്നുള്ള മൈൻഡിലാണ് ഞാൻ ചവിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി ഐ ആം റൈഡിങ് ഇൻ ആഫ്റ്റർനൂൺ ഓൾസോ. സോ ഭയങ്കര ചൂട്, എക്സോസ്റ്റഡായി, ഞാൻ തളർന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടത്. ഞാൻ കുറച്ച് നേരം വിചാരിച്ചു ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. കിടന്നുറങ്ങുമ്പോൾ മൈൻഡിൽ കുറേ തോട്ടുണ്ട്. സൈക്കിൾ ആരെങ്കിലും എടുത്തിട്ട് പോവോ, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യുമോ, ഇങ്ങനത്തെ തോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഒന്നും പറ്റാറില്ലേന്ന്. ഈ തോട്ട് വെച്ചിട്ടാണ് ഉള്ളിൽ ഉറങ്ങുന്നത് ആക്ച്വലി. പിന്നെ നല്ല ചൂടുണ്ട്. ഇതൊരു ഷീറ്റിൻ്റെ അടിയിലാണ്, ഒരു മരമൊക്കെ ഉണ്ട്, എന്നാലും ചൂടുണ്ട്, നന്നായി സ്വെറ്റ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല. പക്ഷേ ബോഡിക്ക് റെസ്റ്റ് വേണമെന്നുള്ളതുകൊണ്ട് ഐ തിങ്ക് ഒരു 40 minutes റെസ്റ്റ് അവിടെ എടുത്തു. ഉള്ളിൻ്റെ ഉള്ളിൽ സൈക്കിളൊക്കെ സേഫാണെന്ന് വിചാരിക്കും. ആൻഡ് അങ്ങനെ ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ എനിക്ക് വരുന്നത്. മെക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഞാൻ സൈക്കിളിൽ പോകുന്നത് കണ്ടു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു മെക്ഡൊണാൾഡ്സിലേക്ക് വന്നോളൂ, ബാക്കി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നു. ഇത് സംഭവിക്കുന്നത് ഏകദേശം ഒരു 3:30-4 മണി സമയത്താണ്. പുള്ളി വന്നു. പുള്ളിയുടെ പേര് കൃഷ്ണപ്രസാദ് എന്നാണ്. ആൻഡ് ആൾ എന്താ പറയുക, എന്നെ നേരത്തെ അറിയുന്ന പോലെ ഭയങ്കര കൈൻഡായിട്ട് പെരുമാറുക. എന്ത് വേണം ഓർഡർ ചെയ്തോ പറഞ്ഞു. ഹീ ടോൾഡ് മീ എന്ത് വേണം ഓർഡർ ചെയ്തോ. പക്ഷേ ഞാൻ മേ ബി എൻ്റെ മര്യാദ കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അത്രയും കഴിക്കണം എന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ഒരു ബർഗറും ഒരു കോക്കും മാത്രമേ, ഈവൻ ഫ്രഞ്ച് ഫ്രൈസ് പോലും ഞാൻ പറഞ്ഞില്ല. ആൻഡ് ആ പുള്ളി അടുത്ത് എനിക്ക് തോന്നുന്നു ഡെലിവറിക്ക് എന്തോ പോകണമെന്ന് തോന്നുന്നു, അതോ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു, അങ്ങനെ എന്തോന്ന് തോന്നുന്നു. സോ എനിക്ക് ഫുഡ് വാങ്ങിച്ച് തന്ന് എന്നെ അവിടെ ഇരുത്തി കംഫർട്ടബിളാക്കി. പുള്ളി തന്നെ പോയി എൻ്റെ സൈക്കിളിൽ നിന്ന് 2 ലിറ്ററിൻ്റെ കുപ്പി എടുത്ത് അതിൽ തണുത്ത വെള്ളവും നിറച്ച് തന്നിട്ടാണ് പോയത്. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ സംഭവിക്കണം എന്നുള്ളത്. ഭയങ്കര സന്തോഷമായി, മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഞാൻ ഭയങ്കര സമാധാനത്തിലിരുന്ന് അവിടുത്തെ ഫുഡും കഴിച്ച് ആസ്വദിച്ച് AC ഉള്ള റൂമിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം ചൂടത്ത് സ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഭയങ്കര മനസ്സ് നിറഞ്ഞു. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് കുറേ താങ്ക്സ് പറഞ്ഞു, കുറേ സെൽഫി എടുത്തു. പുള്ളി എനിക്ക് എന്നിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, നിങ്ങൾ ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്, എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്, കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു ഗോഡ്, താങ്ക് യു ഫോർ ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ജേർണിയിൽ ഏറ്റവും രസമുള്ള കാര്യം. ഒരു സ്ഥലത്ത് നമുക്ക് ഭയങ്കര സങ്കടം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ വേറൊരു സ്ഥലത്ത് ദൈവം ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സുഖം തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു മണിക്കൂർ ചവിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ടയറിൽ കാറ്റ് കുറഞ്ഞു വരുന്നു. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ കയ്യിലൊരു മിനി പമ്പ് ഉണ്ടായിരുന്നു, ഹാൻഡ് പമ്പ് ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ കാറ്റടിച്ചു. സോ ഐ തോട്ട് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഇത് സാധാ പമ്പ് പോലെ ഭയങ്കര ഈസി ഒന്നുമല്ല. ഒരു 50-60 തവണ അടിച്ചാലേ ഒരുവിധം 60-70 PSI കാറ്റ് കയറുള്ളൂ. അപ്പോൾ അതൊക്കെ റോഡിൻ്റെ സൈഡിൽ നിന്ന് ചെയ്ത്, ആൻഡ് ഇറ്റ് ടുക്ക് സം ടൈം. കാരണം ഓൾറെഡി എൻ്റെ ബോഡി ഭയങ്കര ടയേർഡായി. എനിക്ക് ഇത് ചെയ്യാനുള്ള ഒരുപാട് എനർജി ഒന്നുമില്ല. പക്ഷേ കാറ്റ് പോണ്ട്. അപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു ഡൗട്ട് വന്നു തുടങ്ങി. കാരണം ഇങ്ങനെ കാറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് പോവും, സൈക്കിൾ ഓട്ടാനുള്ളൊരു കോൺഫിഡൻസ് പോവും. NH ആണ്, ഒരു കടയില്ല, നമുക്കൊരു പഞ്ചർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കാനോ ഒന്നും ഒരു കട പോലും ഇല്ല. പിന്നെ കൈ കാണിച്ചൊക്കെ നിർത്തണം. അങ്ങനെ ഞാൻ 8 തവണയാണ് സൈക്കിൾ നിർത്തി കാറ്റടിച്ച് പോയത്. ഫൈനലി ഇന്ന് രാത്രിത്തെ ഡേ 4 രാത്രി സ്റ്റേ കിട്ടി. നല്ലൊരു പെട്രോൾ പമ്പ്. പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു അരമണിക്കൂർ സൈക്കിൾ ഓട്ടി. ഇരുട്ടെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇവിടെ മൊത്തം കറണ്ട് പോയി, സിറ്റിയിൽ മൊത്തം കറണ്ടില്ല. നമുക്കൊന്ന് കാണണ്ട, ഫുള്ളിരുട്ട്. കുറച്ച് പേടിച്ചു, കാരണം അരമണിക്കൂറായി ഞാൻ പെട്രോൾ പമ്പ് തപ്പണു, ഒരു ലൈറ്റില്ല സ്ട്രീറ്റിൽ. ഞാൻ എന്നിട്ട് സൈക്കിളിലെ ലൈറ്റും എൻ്റെ ഫോണിലെ ഫ്ലാഷൊക്കെ വെച്ചിട്ട് ഇവിടെ എത്തിയത്. ഒരു നിമിഷം പേടിച്ചു, ഇന്ന് സ്റ്റേ കിട്ടുമോ, എവിടെ കിട്ടും, കാരണം രാത്രി സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര റിസ്ക്. ഓക്കെ പോയി ഫ്രഷ് ആവട്ടെ, പാക്കലാം. സോ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ കിട്ടുന്നില്ല. ചെനക്കത്തോപ്പല്ലേ, ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. സോ ഇവിടെയാണ് എൻ്റെ സൈക്കിൾ ഞാൻ സേഫാക്കി വെച്ചത്. 7.5 മണിക്കൂറാണ് ഇന്നത്തെ എൻ്റെ മൂവിങ് ടൈം. അതായത് സൈക്കിളിൻ്റെ സീറ്റിലിരുന്ന് സൈക്കിൾ ഓടിച്ച സമയം മാത്രം 7.5 മണിക്കൂർ, 125 കിലോമീറ്റർ കവർ ചെയ്തു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. കാരണം ഞാൻ ഓരോ ദിവസവും കിലോമീറ്റേഴ്സ് കൂട്ടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല.
ആൻഡ് ഞാൻ വന്നു. അവിടെ അവർ കുളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. ഭയങ്കര എന്താ പറയുക, ഫ്രണ്ട്ലി ആയിരുന്നു അവിടുത്തെ പെട്രോൾ പമ്പിലെ സ്റ്റാഫൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പാവം ചേട്ടനായിരുന്നു പുള്ളിക്കാരൻ. എല്ലാത്തിനും ഓക്കെ പറയണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഭയങ്കര സമാധാനത്തിൽ പോയി ഡ്രസ്സൊക്കെ അലക്കിയിട്ട് വിരിച്ച്, സൈക്കിളിൽ തന്നെയാണ് എല്ലാം വിരിച്ചിടുക. എല്ലാം വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് അതെല്ലാം വെള്ളമൊക്കെ നിറച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ ഒരു മുത്തശ്ശി നടത്തുന്ന ഒരു കടയുണ്ട്. ഓക്കെ, തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ചോറ്, സാമ്പാർ, തൈര്, ഒരു മാങ്ങ ചമ്മന്തി. ഐ വാസ് സോ ഹാപ്പി. നല്ല സമാധാനമുള്ള ഫുഡ്. അത് കഴിഞ്ഞ് ഞാൻ ആ പെട്രോൾ പമ്പിൽ ആ ചേട്ടൻ്റെ അവരുടെ ഒപ്പം ആ ബെഡ്ഷീറ്റൊക്കെ പുള്ളി തന്നതാണ്. അവിടെ കിടന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പെട്രോൾ പമ്പിൽ ഇങ്ങനത്തെ ലോണ്, അവിടെ കിടന്ന് ഞാൻ ഉറങ്ങി ഗൈസ്. ഇതൊക്കെ in my life, these are one of the best experiences I'm having. So thanks for watching. ഇനി ഡേ 5 നമുക്ക് കാണാം. So keep watching. If you like the stories interesting, please like, share, subscribe and support. Thank you guys so much.